തണ്ണിമത്തനിൽ വ്യത്യസ്തകൾ പരീക്ഷിച്ച അലി അക്ബറിന്റെ കൃഷിത്തോട്ടം സന്ദർശിച്ച് മുൻ കൃഷിമന്ത്രി വി.എസ്. സുനിൽകുമാർ. മലപ്പുറം സ്വദേശികളായ അലി അക്ബറിന്റെ കൃഷിത്തോട്ടത്തെക്കുറിച്ച് കേട്ടറിഞ്ഞുള്ള കൗതുകത്തിലാണ് കർഷകൻ കൂടിയായ മുൻ മന്ത്രിയുടെ ഈ സന്ദർശനം. ഏക്കർ പാടശേഖരത്തിൽ 23 ഇനം തണ്ണിമത്തനുകളും 11 ഇനം ഷമാമുകളുമാണ് വളാഞ്ചേരി സ്വദേശി അലി അക്ബർ തന്റെ കൃഷിയിടത്തിൽ ഒരുക്കിയത്. യൂട്യൂബിൽ അലി അക്ബറിന്റെ കൃഷിയെക്കുറിച്ചുള്ള വാർത്ത കണ്ട് കൗതുകം തോന്നിയാണ് മുൻമന്ത്രി വി.എസ്. സുനിൽകുമാർ നേരിട്ട് വളാഞ്ചേരിയിലെത്തിയത്. സ്വന്തമായി തണ്ണിമത്തൻ കൃഷിയുള്ള താൻ അലി അക്ബറിന്റെ കൃഷിയിടം നേരിട്ട് കണ്ട് അവിടുത്തെ വ്യത്യസ്ത തരത്തിലുള്ള തണ്ണിമത്തനുകൾ കാണാനും കൃഷിരീതിയെക്കുറിച്ച് അറിയുവാനുമാണ് എത്തിയതെന്ന് സുനിൽകുമാർ പറഞ്ഞു. ഈ അലി അക്ബർ ഇവിടെ കൃഷി ചെയ്യുന്ന വിവരം ഈ യൂട്യൂബിൽ കണ്ടിട്ട് ആണ് ഞാൻ വന്നത്. തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്ന തണ്ണിമത്തനേക്കാളും എന്തുകൊണ്ടും ഏറ്റവും രുചികരമായിട്ടുള്ള സേഫായിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് തണ്ണിമത്തൻ നമ്മുടെ നാട്ടിലുണ്ടാക്കുന്നത്. അപ്പോൾ എൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഈ വെറൈറ്റികൾ ഏതാണെന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. അടുത്തോളം എനിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. പിന്നെ ചുവപ്പ്, ഉള്ളിൽ മഞ്ഞുള്ളത്, പുറത്ത് മഞ്ഞ ഉള്ളിൽ മഞ്ഞ, പുറത്ത് മഞ്ഞ ഉള്ളിൽ ചുവപ്പ്, ഓറഞ്ച്, 6 വെറൈറ്റിയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ 22 വെറൈറ്റി എന്ന് പറഞ്ഞപ്പോൾ അത് കാണാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. അപ്പോൾ അടുത്ത വർഷം ഞങ്ങൾ എന്തായാലും മാക്സിമം വെറൈറ്റികൾ ചെയ്യും. കാരണം ആളുകൾക്ക് താല്പര്യം ഈ മഞ്ഞയ്ക്ക് ഭയങ്കര ഡിമാൻഡ് ഉണ്ട്. ഇതുപോലുള്ള ചെറുപ്പക്കാരായിട്ടുള്ള കൃഷിക്കാർ രംഗത്ത് വന്ന് ലാഭകരമായി ചെയ്തു കഴിഞ്ഞാൽ മറ്റ് ചെറുപ്പക്കാർക്കും കൂടി ഇത് ചെയ്യാനുള്ള താല്പര്യം ഉണ്ടാവും. ഒപ്പി മോനും കൂടിയിട്ട് ഇത് കൃഷി ചെയ്ത് ഒരു മാതൃക കാണിച്ചിട്ടില്ല. അപ്പോൾ അത് ഒന്ന് കണ്ട് അവരെ പ്രോത്സാഹിപ്പിക്കുക. അതായത് അവർക്കൊരു പ്രചോദനം, നമ്മുടെ പോലുള്ള ആളുകൾ വരുമ്പോൾ അവർക്ക് സന്തോഷമല്ലേ. വിപണിയിലേക്ക് സ്വന്തം ബ്രാൻഡായി തണ്ണിമത്തനുകൾ ഇറക്കണമെന്നാണ് സുനിൽകുമാർ അലി അക്ബറിന് നൽകിയ ഉപദേശം. നല്ല തണ്ണിമത്തൻ കിട്ടാൻ 2 രൂപ കൂടുതൽ കൊടുക്കാൻ നാട്ടുകാർ തയ്യാറാകുമെന്നാണ് കർഷകനായ മുൻമന്ത്രിയുടെ ഉപദേശം. ഞങ്ങളവിടെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് ഞങ്ങളുടെ തണ്ണിമത്തൻ ബ്രാൻഡ് ചെയ്താണ് കൊടുക്കുന്നത്. ഞാൻ ഇവരോട് പറയുന്നത് എന്താ വെച്ചാൽ ഇവർ സ്റ്റിക്കർ ഒട്ടിച്ച് കൊടുക്കണം, ഇവരുടെ തണ്ണിമത്തൻ ബ്രാൻഡ് ചെയ്തിട്ട് കൊടുക്കണം. അങ്ങനെയാണ് കൊടുക്കേണ്ടത്. നമ്മുടെ ഓരോ കൃഷിക്കാരൻ അവൻ്റെ സ്വന്തം ബ്രാൻഡിൽ അവൻ്റെ ഉൽപ്പന്നങ്ങൾ അവൻ പറയുന്ന വിലയ്ക്ക് വിൽക്കണം. അതാണ് കൃഷിക്കാരൻ്റെ ഏറ്റവും വലിയ ഒരു ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. കഴിഞ്ഞ 5 വർഷമായി തൃശ്ശൂരിൽ 12 ഏക്കറിലും 1.25 ഏക്കറിലും 2 പാടശേഖരത്തിലായി തണ്ണിമത്തൻ കൃഷി നടത്തുന്നയാളാണ് മുൻമന്ത്രി സുനിൽകുമാർ. അടുത്ത വർഷം അലി അക്ബറിനെ പോലെ കൂടുതൽ വെറൈറ്റികൾ പരീക്ഷിക്കാനാണ് തീരുമാനം. അലി അക്ബറിനെ പോലുള്ള കർഷകർ നാടിന് മാതൃകയാണെന്നും അദ്ദേഹം പറഞ്ഞു. കേരള വിഷൻ ന്യൂസ്, മലപ്പുറം.